നിമിഷപ്രിയയുടെ മോചനത്തിനായി ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾക്ക് യമനിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷാ പ്രശ്നമുള്ളതിനാൽ അനുമതി നൽകാൻ ആകില്ല എന്നാണ് വിശദീകരണം. കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ 24-നോട് പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചന ചർച്ചകൾക്കായി യമൻ സന്ദർശിക്കാൻ അനുമതി തേടി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നേരത്തെ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ യാത്രാനുമതി തേടിയുള്ള അപേക്ഷ വിദേശകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കാനായിരുന്നു ആക്ഷൻ കൗൺസിലിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. കോടതി നിർദ്ദേശപ്രകാരം നൽകിയ അപേക്ഷയാണ് വിദേശകാര്യ മന്ത്രാലയം തള്ളിയത്. യമനുമായി നയതന്ത്ര ബന്ധമില്ലെന്നും സനയിലെ സുരക്ഷാ സാഹചര്യം ദുർബലമായതിനാൽ പ്രതിനിധി സംഘത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. ചർച്ച നടക്കേണ്ടത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിലെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. നിയമപോരാട്ടം തുടരുമെന്ന് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ. ഇനിയും ഈ വിഷയത്തിനകത്ത് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. വധശിക്ഷ റദ്ദാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആവശ്യമെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിക്കും. ആക്ഷൻ കൗൺസിലിലെ 3 അംഗങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയുടെ 2 പ്രതിനിധികളും ഉൾപ്പെടെ 5 പേർക്കാണ് യാത്രാനുമതി തേടിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ 2 പ്രതിനിധികളെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്നും ആക്ഷൻ കൗൺസിൽ നിർദ്ദേശിച്ചിരുന്നു. 24 ഡൽഹി.